ബിസിനസ് നാക്ക് അടിക്കടി ബോളോടെ ബോൾ പൊട്ടിയാ ഇതുപോലെ ഷോയെ ഓട്ടാനി ഒരു ബേസ്ബോൾ മാച്ചിന്റെ ഇടയിൽ ഒരു LED സ്ക്രീനെ കൊണ്ട് അടിച്ചു പൊട്ടിച്ചു. ചക്ക വീണപ്പോൾ മൊയൽ ചത്തെന്ന് പറയുന്ന പോലെ ആ സമയത്ത് ആ LED സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരുന്നിരുന്നത് കൂസ് ബിയർ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആഡായിരുന്നു. ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഒരു അൺഒഫീഷ്യൽ സ്പോർട്സ് സ്പോൺസർഷിപ്പാണ് ഇവർ ഷൊഹാനിനെ വെച്ചിട്ട് ചെയ്തത്. അടുത്ത 48 മണിക്കൂർ കൊണ്ട് ഈ പൊട്ടിയ പാനലിൻ്റെ ഡിസ്പ്ലേ വെച്ചിട്ട് ഇവർ ഒരു സീരീസ് ഓഫ് ക്യാൻസ് മാനുഫാക്ചർ ചെയ്തിട്ട് ഇറക്കി. 24 മണിക്കൂർ കൊണ്ട് ആ ക്യാന് ഫുള്ള് അങ്ങോട്ട് സോൾഡ് ഔട്ടായി. മാത്രമല്ല ആ പൊട്ടിയ LED പാനൽ ബേസ്ബോൾ ഹിസ്റ്ററിയിൽ തന്നെ ഒരു ആൻറ്റി പീസായിട്ട് മാറി. $710 അത് ബിഡ് ചെയ്ത് പോയത്. അടുത്ത പ്രാവശ്യം ഷോനി അവൻ്റെ ഹോം ഗ്രൗണ്ടിൽ വന്നപ്പോൾ എല്ലാ LED സ്ക്രീനും പൊട്ടിയ പോലെ ഡിസ്പ്ലേ ചെയ്തിട്ടാണ് ഇവർ ഷോക്കേസ് ചെയ്തത്. മാത്രമല്ല ജപ്പാനിൽ ഈ ബിയർ മോസ്റ്റ് റിക്വസ്റ്റഡ് ബിയർ ആയിട്ട് മാറുകയും ചെയ്തു. ഫാൻസിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഇവർ ആ ബിയർ അവിടെ ഇൻട്രൊഡ്യൂസും ചെയ്തു. MLBൻ്റെ ഒഫീഷ്യൽ ബിയറിനേക്കാളും ട്രെൻഡിങ് ആയിരുന്നു ഇക്വസ് ബിയർ. ഇൻസ്റ്റന്റ്ലി വൈറൽ, മാർക്കറ്റിംഗ് ഗോൾഡ്, ഹോം റൺ എന്നാണ് പല മീഡിയസും റിവ്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ അടിച്ചു പൊട്ടിച്ച ലെൻസുകളും സ്ക്രീനുകളും സ്ട്രാറ്റജി ആക്കിയത് അറിയാൻ വേണ്ടിയിട്ട് അപ്സ്കില്ലിനെ ഫോളോ ചെയ്യും.